ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് ജൂപ്പിറ്റർ എഡ്ജ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി കാർഡ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കുറേ കാലം മുമ്പ് തന്നെ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ വൈഫിനാണ് വന്നിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് ഇത്രയും കാലം കുറേ പിൻകോഡിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പിൻകോഡ് ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പോൾ കുറേ പിൻകോഡിൽ ലൈവ് ആയിട്ടുണ്ട്, പിൻകോഡ് സർവീസബിൾ ആയിട്ടുണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ സർവീസബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ജൂപ്പിറ്റർ ക്രെഡിറ്റ് കാർഡ്. ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. 0 ജോയിൻ ഫീസ്, ആനുവൽ ഫീസ് ഒക്കെ വരുന്ന ക്രെഡിറ്റ് കാർഡാണ്. UPI ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് എഡ്ജ് പോയിന്റ്സ് എന്നൊരു സാധനം അതിൽ കിട്ടുക. അത് ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണമെന്ന് വിചാരിക്കുന്നു. ജൂപ്പിറ്റർ ആപ്പിലാണ്. ജൂപ്പിറ്റർ അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ആപ്പ് വരുന്നത്. ഇതിൻ്റെ അക്കൗണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അക്കൗണ്ടൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അക്കൗണ്ട് ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് കുറച്ച് കാലമായി. പക്ഷേ ഞാൻ ക്ലോസ് ചെയ്യാൻ ഫീ മണി ഞാൻ ഉണ്ടാകുന്നത് ക്ലോസ് ചെയ്തു. ഇതൊക്കെ നിയോ ബാങ്കിങ് ആണല്ലോ. ഇവന്മാർക്ക് അയച്ചിട്ടൊരു റിപ്ലൈ ഇല്ല. ക്ലോസിങ് റിക്വസ്റ്റ് ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ടാകുന്നു, ഒരു വിവരമില്ല. പിന്നെ അതാണ് അവസ്ഥ. പക്ഷേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് CSB ബാങ്കിൻ്റെ ആണല്ലോ. അത് കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. കാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഞാൻ ചാർജസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടെ പുതിയ ഫീസ് ആൻഡ് ചാർജസ് വരുന്നത്. ഫീസ് ആൻഡ് ചാർജസ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ ആനുവൽ ഫീസ് 0 ആണ്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് 999 ആണ്. അവർ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ഫ്രീ കാർഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അവർ. നോർമലി ലൈഫ് ടൈം ഫ്രീ കാർഡുകളൊന്നും ചാർജബിൾ ആയിട്ട് പിന്നെ വരാറില്ല. പക്ഷേ അങ്ങനെ വന്നൊക്കെ ഹിസ്റ്ററിയിൽ അങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡ് പിന്നെ ചാർജ് വരുന്ന സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നോർമലി അങ്ങനെ നടക്കാറില്ല. ആനുവൽ ഫീസ് 0 ആണ്. ആനുവൽ ഫീസിൽ കൊടുത്തേക്കുന്നത് 590 രൂപയാണ്. കാർഡ് റീഇഷ്യൂവൻസ് ഫീസ്, അതായത് ഒരു കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഫീസ് ഉണ്ട് 249 രൂപ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ റീറ്റെയിൽ പർച്ചേസ് വരുന്നത് 3.75% ഡ്യൂ ഡേറ്റ് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ. ലേറ്റ് പേയ്മെൻറ്റ് വരുന്നത് 5%. ഫ്യൂവൽ സർചാർജ് ഫീ വരുന്നത് 1%. റെൻറ്റ് പേയ്മെൻറ്റ് ഫീ വരുന്നത് 1%. വാലറ്റ് ട്രാൻസാക്ഷൻ ഫീസ് 1%. യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ഫീസ് 1% ആണ്. എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ് ഫീസ് 1%. അതാണ് അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ബില്ലിംഗ് സൈക്കിളിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് RBI റൂൾ പ്രകാരം 6 മാസത്തിൽ ഒരിക്കൽ നമുക്ക് ബില്ലിംഗ് സൈക്കിൾ മാറ്റാൻ പറ്റും. ICICI ബാങ്കിൻ്റെ ആപ്പിലൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. എല്ലാ ബാങ്കിൻ്റെ ആപ്പിൽ ആ ഓപ്ഷൻ വരുന്നില്ല. അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. ശരിക്കും നമുക്കത് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമർ കെയർ ഓൾറെഡി മാറ്റാൻ പറ്റും. പക്ഷേ ഇതിൽ ഈ ആപ്പിൽ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഞാനത് അങ്ങനെ കാണിച്ചു തരുന്നില്ല, കാണിച്ചു തരാനുള്ളതൊന്നുമില്ല. ജസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. 45 days ഓഫ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നുണ്ട്. 3 ഡേറ്റ് അവർ കാണിക്കും. അവർ ഓൾറെഡി സെലക്ട് ചെയ്ത കുറച്ച് ഡേറ്റ് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അത് മാറ്റാൻ പോകുന്നില്ല. പിന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഇത് UPI കാർഡാണല്ലോ, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ്ലി ആക്ടിവേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് നിങ്ങൾ വീഡിയോ KYC ചെയ്യുന്ന വീഡിയോ KYC അപ്രൂവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാർഡ് ആക്റ്റീവ് ആയിരിക്കും. കാർഡ് ആക്റ്റീവുള്ള മെസ്സേജ് വരും. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡും വരും. ഇത് ഫിസിക്കൽ കാർഡ് ഉള്ളതാണ്, വെർച്വൽ കാർഡ് മാത്രമല്ല ഫിസിക്കൽ കാർഡും ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അപ്പോൾ അതും കിട്ടും. അപ്പോൾ UPI ക്രെഡിറ്റ് കാർഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എഡ്ജിൻ്റെ കാർഡിൽ തന്നെ മിക്കവാറും ഇവരുടെ കുഴപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവരുടെ എഡ്ജിൻ്റെ ആപ്പിൽ തന്നെ ആഡ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഇവർക്ക് വേറെ UPI ആഡിങ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പമുണ്ട് ഇവരുടെ. അത് ഇനിയിപ്പോൾ ഞാൻ പണ്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമുണ്ടെന്നില്ല. ഇപ്പോൾ ഇത് ശരിയായോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇപ്പം നിങ്ങളിത് ഫോൺപേയിലോ അങ്ങനെ സംഭവത്തിലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ട് പിൻകോഡ് ഇഷ്യൂ കാരണം ബാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. കുറേ പിൻകോഡ് ലൈവ് ആയിട്ടുണ്ട്. അതൊന്നും അറിയിക്കാൻ വന്നാലോ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻസ് അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അടുത്ത കാണാം. ബൈ.